എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നു. 1 കോടിയോളം ലിറ്റർ സംഭരിക്കാവുന്ന ടാങ്കാണ് തകർന്നത്. സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. വിപിൻ സി വിജയനുണ്ട് തമ്മനത്ത് നിന്ന്. തത്സമയം വിപിൻ, ഈ ദൃശ്യങ്ങൾ പറയുന്നത് വലിയ ദുരിതമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ ടാങ്ക് തകർന്നതും വെള്ളം ഇരച്ചെത്തിയതുമൊക്കെ? ഗൂഗിൾ പ്രളയത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഈ തമ്മനത്തുണ്ടായത്. തമ്മനം കുത്താമ്പാടിയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് തകർന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. ഇത് വാട്ടർ ടാങ്ക് തകർന്ന ഭാഗമാണ്. അതിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് തെന്നി മാറുകയായിരുന്നു. ഇതിൻ്റെ കാലപ്പഴക്കം കാരണമാണ് തകർന്നത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതിൻ്റെ ഒരു ഭാഗം തകർന്നതോടുകൂടി തന്നെ ഏകദേശം 1,10,00,000 ലിറ്റർ വെള്ളം ഇതിൽ ഉണ്ടായിരുന്നു. ആ വെള്ളം മുഴുവൻ തന്നെ ആ ഫോഴ്സിൽ ഇവിടെ നിന്നും പുറത്തേക്ക് പോരുകയായിരുന്നു. പിന്നീട് അത് ഈ വഴിയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ഏകദേശം ഒരു 50 വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഒക്കെ എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളതും സംശയകരമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ടാങ്ക് തകർന്ന് വെള്ളം ഒഴുകി വന്നത്. ഈ അടുത്ത് നിറയെ വീടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവരൊന്നും തന്നെ ആ സമയത്ത് ഇത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് പലരും താഴത്തെ വീടുകളിലേക്കൊക്കെ ആദ്യഘട്ടത്തിൽ വെള്ളം കയറി. അതിനുശേഷം അവരൊക്കെ ഫോൺ വിളിച്ച് സമീപത്തുള്ളവരോട് പറയുമ്പോഴേക്കും വീടിനകത്ത് വരെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഉണ്ടായത്. ഏകദേശം പുലർച്ചെ ഒരു 2:30 കൂടിയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഇവിടെ ആകെ തകർന്നു കിടക്കുകയാണ്. ഗോകുൽ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടുത്തെ റോഡുകൾ, ഒപ്പം തന്നെ വാഹനങ്ങൾ എല്ലാം തന്നെ തകർന്നിരിക്കുന്നു. നമ്മൾ കൗൺസിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 2:30 മണിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു ശബ്ദത്തോടെ ടാങ്ക് തകർന്ന് വന്ന് സമീപത്തുള്ള വീടുകളിലും റോഡും നിറഞ്ഞ് മതിലുകളെല്ലാം ഇടിഞ്ഞു പോവുകയും വാഹനങ്ങളിൽ വെള്ളം കയറുകയും വാഹനങ്ങൾ ഒഴുകി പോവുകയും ചെയ്യുന്ന ഒരു വലിയ നാശനഷ്ടം ഉണ്ടായ സംഭവം ഉണ്ടായത്. ഇതുവരെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ ചെറിയ ഓവർഫ്ലോ ഉള്ള രീതിയിലൊക്കെ കാര്യം വരുമായിരുന്നു. ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവം ആയിപ്പോയി. ഇതിപ്പോൾ എവിടേക്കൊക്കെയുള്ള വെള്ളമാണ് പ്രധാനമായിട്ടും നിൽക്കാൻ പോകുന്നത്? എവിടേക്കൊക്കെയുള്ള വെള്ളമായിരുന്നു? വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ ഇത് പ്രധാനമായും സിറ്റിയിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ് ഉള്ളത്. പിന്നെ തൃപ്പൂണിത്തുറ മേഖലയിൽ. അപ്പോൾ സിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വെള്ളത്തിനുള്ള പ്രശ്നം ഉണ്ടാകും 2 ദിവസത്തേക്ക് എന്നാണ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തൃപ്പൂണിത്തുറ മേഖലകളിലേക്കും പമ്പ് ചെയ്യുന്ന വെള്ളം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഉദ്ദേശം 1,10,00,000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. 1,35,00,000 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തകർന്നത്. ഏറ്റവും വലിയ ടാങ്ക് തകർന്നത്. 2 ടാങ്കാണ് ഇവിടെ ഉള്ളത്. ഒരു 85,00,000 ലിറ്ററിൻ്റെ ടാങ്കും ഒരു 1,35,00,000 ലിറ്റർ ടാങ്കാണ്. കൊച്ചിയിലൊരു പ്രധാനപ്പെട്ട വാട്ടർ ടാങ്കിൽ ഒന്നാണ്. അതെ. തമ്മനം പമ്പ് ഹൗസ് വെച്ചാൽ പ്രധാനപ്പെട്ട ഹൃദയഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു പമ്പ് ഹൗസ്. ആലുവയിൽ നിന്ന് വരുന്ന വെള്ളം. നിങ്ങളുടെ സമീപത്തുള്ള ആളുകളല്ലേ ഇത്? ആ സമയത്ത് അറിയാൻ സാധിച്ചോ എന്തുണ്ടായത്? അത് എൻ്റെ വീട്ടിൽ താഴെ താമസിക്കുന്നവർ പറഞ്ഞു, ചേട്ടാ വെള്ളം നിറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടർ അടിച്ചു പോയെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നത്. നോക്കിയപ്പോൾ ഏതാണ്ട് അവർ പറഞ്ഞു, ചേട്ടാ മുല്ലപ്പെരിയാർ പൊട്ടിക്കാണും, അത്രയ്ക്ക് ശക്തിയാണ്. ഒരു 4-5 അടി പൊക്കത്തിൽ വെള്ളം കുത്തി ഒലിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറേ സ്കൂട്ടറൊക്കെ ഒഴുകി അങ്ങോട്ട് കിഴക്കോട്ട് പോകണം. ചെന്ന് നോക്കിയപ്പോൾ ചെടിച്ചട്ടികളും സ്കൂട്ടറും കാറും അതിൽ ഒഴുകിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മുതൽ ഒഴുകി അങ്ങോട്ട് കിഴക്കോട്ട് പോയി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും മുല്ലപ്പെരിയാറാണെങ്കിൽ വടക്കുന്ന വെള്ളം വരുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വെള്ളം വന്നിട്ടില്ല. പിന്നെ ഒരു പടിഞ്ഞാറിനപ്പോൾ മനസ്സിലായി ഇവിടെ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓവർഫ്ലോ വരുമ്പോൾ റോഡിൽ ഒരു അടി പൊക്കത്തിലൊക്കെ വെള്ളം ഒഴുകി അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു വെള്ളപ്പൊങ്ങ. പിന്നെ ഓടി വന്നപ്പോൾ അങ്ങോട്ട് പോകണ്ട, ലൈൻ കമ്പി പൊട്ടിക്കിടപ്പുണ്ട്, അങ്ങോട്ട് പോകണ്ട, റോഡിലൊക്കെ ആൾക്കാർ ഇപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അരക്കൊപ്പം വെള്ളം വന്നു. അരക്കൊപ്പം വെള്ളം, ഒരു മുട്ടിന് മേലെ വെള്ളം ആയി റോഡിലൊക്കെ. പിന്നെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ റോഡിലൊക്കെ ഏകദേശം അങ്ങോട്ട് വെള്ളം പളിച്ച് ചെയ്ത് ഈ ടാങ്കിനകത്ത് കോമ്പൗണ്ടിൽ വെള്ളം നിറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഈ പറമ്പ് ടാങ്ക് പോലെയായി. അപ്പോൾ ഈ മതിൽ തള്ളിയപ്പോൾ ടാങ്കിലെ വെള്ളവും പറമ്പിലെ വെള്ളവും ഒറ്റ തള്ളങ്ങോട്ട് തള്ളിയതാണ്. ഇത്തിരി സ്കൂട്ടറുകളൊക്കെ കണ്ടുമ്പോൾ അടി കിടക്കണേ അവിടെ പോയിട്ട് അങ്ങനെ. ഇത്രയും വലിയ സംഭവം നമുക്ക് ഇവിടെ അനുഭവത്തിലുണ്ടായിട്ടില്ല. ഏതാണ്ട് ഒരു 50 വർഷം പഴക്കമുണ്ട് ഈ ടാങ്കിന്, അത് കൂടുതലുണ്ട്. ഇത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ കട്ടിലിൻ്റെ അവിടെ വരെ വെള്ളം ഉള്ള വീടുകളിൽ താഴത്തെ വീട്ടിലൊക്കെ വെള്ളം, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ വെള്ളത്തിൽ പോയ വീടുകളൊക്കെ ഉണ്ട്. മിക്കതും 8-10 വീട്ടിലിങ്ങനെ ഇപ്പോൾ നാശനഷ്ടം ഒരുപാടുണ്ട്. ചെളിയും വെള്ളമൊക്കെ ആയിട്ടാണ് കിടക്കണം.
യെസ് ഗോകുൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ വിപിൻ, ഇപ്പോൾ ഈ വീടുകൾക്കകത്തെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ? നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, മതിൽ തകർന്ന് വീണ വാഹനങ്ങളൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പല വാഹനങ്ങളും ഒഴുകി കിടക്കുന്നതും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ പലതും മതിൽ തകർന്നു വീണത്, ആ ദൃശ്യങ്ങളിലടക്കം കാറടക്കം ആ തകർന്ന നിലയിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. അതെ അതെ അതെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിലൂടെയാണ് ആ വെള്ളം പിന്നീട് കുത്തി ഒലിച്ച് വരുന്നത്. ഈ ഒരു പ്രദേശം മുഴുവനായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബൈക്കുകളൊക്കെ കടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കുകളും കാറുകളും എല്ലാം തന്നെ തകർന്നിരിക്കുന്നു. ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം ഫോഴ്സിലായിരുന്നു ആ വെള്ളം വന്നത്? ഒരു കോടിയോളം വരുന്ന വെള്ളം സംഭരിക്കാവുന്ന ഒരു സംഭരണി തകരുമ്പോഴുണ്ടാവുന്ന അത്രയും ഒരു ഭീകരത ആ സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. 1,10,00,000 ലിറ്റർ വെള്ളമാണ് ഇതിലൂടെ ആ സമയത്ത് അത്രയേറെ ഫോഴ്സിലൂടെ ഒഴുകി വന്നത്. മതിലുകൾ തകർന്നിട്ടുണ്ട്, വീടുകളിലെ സാധനങ്ങളൊക്കെ തന്നെ നാശം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതിയുടെ ബന്ധങ്ങളൊക്കെ താറുമാറായിട്ടുണ്ട്. ഈ കാറൊക്കെ കടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഇവിടെ കൂടി ഇവരൊക്കെ തന്നെ ഇപ്പോൾ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രം, കുത്താമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. ഇതിനകത്തേക്കൊക്കെ വെള്ളം കയറി ആകെ തകർന്നു കിടക്കുകയാണ്. ഇതിനകത്തേക്കൊക്കെ വെള്ളം കയറിയില്ലേ ചേച്ചി? സജിൽ, നമ്മളിപ്പോ കൗൺസിലർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞതേ, അങ്ങനെ വന്നതാണ്. അപ്പൊ തുറന്നു നോക്കിയപ്പോ അകത്തൊക്കെ മൊത്തം വെള്ളവും ചെളിയുമാണ്, നിറച്ചുണ്ട്. അപ്പൊ മെഡിസിൻസ് ഒക്കെ പോയിരിക്കണേണ്. എല്ലാ മെഡിസിൻസ് ഒക്കെ ആ ഒത്തിരി എല്ലാം പോയിരിക്കണേണ്. ഇതിപ്പോ അങ്ങ് താഴെ വരെ വെള്ളം പോയിട്ടുണ്ടോ? അങ്ങ് വരെ ഉണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ തകർന്നു കിടക്കുവാണ്. അങ്ങോട്ടൊക്കെ തകർന്നു കിടക്കണേ. വെള്ളം അവിടെ ആൾക്കാർ ഇങ്ങനെ കോരിക്കളയണ വീട്ടിൽ നിന്ന്. ഏകദേശം എത്രയാ, ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം പോയിട്ടുണ്ടോ? അവിടെ അങ്ങോട്ട് വലിയൊരു കാണുണ്ട്, അങ്ങോട്ട് വെള്ളം ഒഴുകി പോയതാണ് കുഴപ്പം. പക്ഷെ എന്നാലും അവിടെയൊക്കെ മതിലൊക്കെ തകർന്നാ പോയേക്കണം. അതുവരെ ഒഴുകുന്നത് മുഴുവൻ തകർന്നിട്ടാണ് പോയതല്ലേ? വിപിൻ, ഇത് എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്? ആളുകളൊക്കെ ഉറങ്ങിയ ശേഷമാണോ? അങ്ങനെയെങ്കിൽ കുറെ കൂടി ഭീതിതമായിരിക്കുമല്ലോ ഒരു സാഹചര്യം. അതേ ഗോകുൽ, പുലർച്ചെ 2:30 കൂടി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഈ 2:30 ആരും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. പലരും വെള്ളം വന്നതറിഞ്ഞ് തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെ ഫോൺ വിളിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ആദ്യം അറിഞ്ഞ് പിന്നീട് അങ്ങനെ ഫോൺ വിളിച്ചാണ് പലരും ഈ വിവരങ്ങൾ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വീടിൻ്റെ ഈ കിടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വീട്ടിൽ ഏകദേശം അരയ്ക്കൊപ്പം വെള്ളം നിൽക്കുന്ന അത്രയും ഒരു ഭീകരാവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ഫ്രിഡ്ജുകൾ നശിക്കുന്നു, ഈ വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, മുഴുവൻ തന്നെ വെള്ളം മൂടിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. താഴെയുള്ള വീടുകളിലേക്കാണ് പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുകയും ഒപ്പം തന്നെ ഇവിടുത്തെ കല്ലും മണ്ണൊക്കെ മാറ്റുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം വെള്ളം വന്നിട്ടുണ്ടാവും. ഇത് മുഴുവൻ വീടായിട്ടുള്ളൊരു സ്ഥലം, വീടുകളുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ. ഇതൊരു കടമുറിയാണോ? വർക്ക്ഷോപ്പാണല്ലേ? വർക്ക്ഷോപ്പിലാണോ ഇത് ഉണ്ടായത്? വെള്ളം ഫുൾ ഇങ്ങോട്ട് അടിച്ചങ്ങ് കയറുമായിരുന്നു. ഇപ്പൊ ആ വീടിന്റെ മതിലാണ് ഇവിടെ കിടക്കണത്. ഈ ഓട്ടോയൊക്കെ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്കാ വന്ന് ഇടിച്ചു കയറിയത്. ഈ സാധനങ്ങൾ കിടന്നുകൊണ്ട് ഇങ്ങോട്ട് അധികം കയറാതിരുന്നതാണ്. ഇവിടെ വെള്ളത്തിന്റെ ടാങ്കൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ചെളിയും മണ്ണൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. ഇനി അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും വന്നത്. അവിടെയുള്ള ആ പബ്ലിക് ടാപ്പിന്റെ മേളിൽ കൂടിയാണ് വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അത്ര ഫോഴ്സിലാണ് ഇങ്ങനെ വന്നത്. ഇവിടെ വീട്ടിൽ കിടന്ന ഓട്ടോയൊക്കെ അറ്റത്തെത്തി. ഫോഴ്സ് ഉണ്ടായിരുന്നു വെള്ളം. ഇതിപ്പോ നിങ്ങളുടെ മതിലിന്റെ ഭാഗങ്ങളാണോ? ഗേറ്റിന്റെ ഫ്രണ്ടിലായിരുന്നു കിടന്നു വെച്ചത്. അവരിപ്പോ തള്ളി മാറ്റിയതാണെല്ലാം. ഈ മതിലിന്റെ ഭാഗമൊക്കെ ഇതിപ്പോ അവിടുന്ന് ഇങ്ങോട്ടേക്ക് അവരുടെ ആ ഫ്രണ്ടിലുള്ള വീടിന്റെ മതിലാണ് കിടക്കണത്. ഗോകുൽ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏകദേശം ഒരു 300 മീറ്ററോളം മാറിയിട്ടാണ് ഈ മതിലിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത്. ഇത് നമ്മൾ ആദ്യം കണ്ട ആ വീടിന്റെ മതിലാണ്. അതാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വീടിന്റെ അകത്തേക്ക് ഇത് താഴെ നിലയിലുള്ള ഒരു സ്ഥലമാണ്. അതിനകത്തും നിറയെ വെള്ളം കയറിയിരിക്കുന്നു. അവരുടെ വർക്ക്ഷോപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അതും പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രളയ സമയത്തൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഉള്ളൊരു കാഴ്ചയാണ്. ഒരു പക്ഷേ അതിനേക്കാളും ഫോഴ്സിലാണ് ഒറ്റ നിമിഷം കൊണ്ട് വെള്ളം വന്നിട്ടുള്ളതും. അതും പുലർച്ചെ 2:30 ഒരു സമയത്ത്. ആരും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഉറങ്ങുകയായിരുന്നു. വലിയൊരു ദുരന്തം, ആളുകൾക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെ ഭാഗ്യം എന്ന് മാത്രമേ ഈ സമയത്ത് പറയേണ്ടതുള്ളൂ. മറ്റ് സാധനങ്ങൾ എല്ലാം തന്നെ നശിച്ചിരിക്കുകയാണ്. ഇവിടെ നിരവധി വീടുകളുണ്ട്, ഓട്ടോറിക്ഷകൾ, വാഹനങ്ങൾ, കാറ് ഒക്കെ
ഒക്കെ നശിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വന്ന് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പറയണം. നിലവിലെ ഒരു പ്രാഥമിക നിഗമനം ഇതിനൊരു കാലപ്പഴക്കം ഉണ്ടായിരുന്നു. ആ കാലപ്പഴക്കത്തിൽ അത് വിണ്ട് കീറി ഒരു ഭാഗത്തേക്ക് ഈ ടാങ്കിൻ്റെ ഒരു ഭാഗം തെന്നി മാറി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്നും പിന്നീട് വെള്ളം പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ അത് കൂടുതലായിട്ട് വിണ്ടു, അത് കൂടുതലായിട്ട് തകർന്നു. ആ വെള്ളം മുഴുവനായും ഒരൊറ്റ ഫോഴ്സിൽ ഈ ഭാഗത്തേക്ക് അടിച്ചു കയറി വന്നു. ഇതാണ് നിലവിലെ ഒരു സ്ഥിതി. അവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ കുടുംബാരോഗ്യ കേന്ദ്രം അടക്കം ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയാത്ത അത്രയും ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ഇതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാം, ഇങ്ങനെ പോയി ഇവിടെ ഒരു ഓടയുണ്ട്. ആ ഓടയിലൂടെ വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു ഭീകരാന്തരീക്ഷം ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇവിടുത്തെ വീടുകളിലൊക്കെ ഉള്ളവർ ആ വീട് വൃത്തിയാക്കുന്ന പണികളിലേക്ക് ഇതാ അതിരാവിലെ തന്നെ കടക്കുകയാണ്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. പലപ്പോഴും ഈ ഇവിടെ ഉണ്ടായിരുന്ന മതിലുകളൊക്കെ പൊളിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതുകൂടിയാണ് ഈ പ്രശ്നം ഇത്രയും ഒരു ഗുരുതരമാക്കിയിരിക്കുന്നത്. ഇതപ്പോൾ ഈ വീടിൻ്റെ അകത്തേക്കൊക്കെ ചളിയായിട്ട് അവർ രാവിലെ തന്നെ വൃത്തിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ദുരിതമാണ്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ വീടുകൾക്കകത്തേക്ക് അല്ലെങ്കിൽ മുറ്റത്തേക്കൊക്കെ വലിയ തോതിൽ വെള്ളം, പ്രളയ സമാനമായി വെള്ളം വന്നു നിറയുക. ആദ്യം പ്രതികരിച്ച ചേട്ടൻ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയതാണോ എന്ന് സംശയം തോന്നി. അങ്ങനെയാണ്, ആ നിലയിലൊരു വെള്ളമാണ് വന്നത്. പ്രത്യേകിച്ച് 1,10,00,000 ലിറ്റർ അധികം സംഭരണ ശേഷിയുള്ള ഒരു ടാങ്കിൽ നിന്ന് വെള്ളം ഇരച്ചെത്തുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ്. ഏതായാലും തമ്മനം നിവാസികൾക്ക് വലിയ ദുരിതമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഏതായാലും കാലപ്പഴക്കം ചെന്ന ഈ വാട്ടർ ടാങ്ക് പരിശോധിക്കാനോ അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ വെള്ളം സംഭരിക്കാനോ ഒക്കെയുള്ള ഉത്തരവാദിത്തം കാണിക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ പ്രതികരണമാണ് ഇനി വരേണ്ടത്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിലേക്കും എറണാകുളം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്കുമൊക്കെ ബൂസ്റ്റർ ടാങ്കായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭരണിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ഇനി എവിടെയൊക്കെ കുടിവെള്ളം മുടങ്ങുമെന്ന അടക്കമുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.